സാമുദായിക സൗഹാർദ്ദം സംരക്ഷിക്കപ്പെടേണ്ട മലയാളി മാതൃക സാംസ്കാരിക സമ്മേളനത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ കെ.ടി. ജലീൽ എം.എൽ.എ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ജാമിയ സലഫിയ അതിൻ്റെ പ്രയാണപഥത്തിൽ 3 പതിറ്റാണ്ട് പിന്നിടുകയാണ്. 30ൻ്റെ കുതിപ്പും കിതപ്പും വിശകലനം ചെയ്യുവാനും കുതിപ്പിനെ ത്വരിതപ്പെടുത്തി കിതപ്പിൻ്റെ കാരണങ്ങൾ പരിശോധിച്ച് അവ കുറക്കുവാനും എന്തുണ്ട് വഴികൾ എന്നന്വേഷിക്കാനാണ് ഈ കൂട്ടായ്മ. മുപ്പതാം വാർഷിക സമ്മേളനത്തിൻ്റെ അനുബന്ധമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സാംസ്കാരിക ഒത്തുകൂടലിൻ്റെ കാർമ്മികത്വം വഹിക്കുന്ന വേദിയിലെ പണ്ഡിതരും പ്രൗഢോജ്വല പ്രഭാഷകന്മാരുമായ മഹത് വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജഗന്നിയന്താവായ നാഥൻ്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ സംരക്ഷിക്കപ്പെടേണ്ട കേരളീയ മാതൃകയെ സംബന്ധിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. സമീപകാലത്തായി നമ്മളുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മതവിശ്വാസികൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആവശ്യകതയെ സംബന്ധിക്കുന്ന ചർച്ചകളും ആലോചനകളും നടക്കുന്നുണ്ട്. നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ രാജ്യത്തിന് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിലെ ഏകത്വമാണ്. ആ സാംസ്കാരികമായ പാരമ്പര്യത്തിനു പകരം യഥാർത്ഥ പാരമ്പര്യം എന്ന് ചിലർ ഉദ്ഘോഷിക്കുന്ന മറ്റൊരു ബദൽ സ്ഥാപിച്ചെടുക്കുവാനുള്ള തീവ്രമായ നീക്കങ്ങൾ നടന്നു വരികയാണ്. യൂണിറ്റി ഇൻ യൂണിഫോമിറ്റി, ഏകതയിലെ ഏകത്വം. നാനാത്വത്തിലെ ഏകത്വത്തിൻ്റെ സ്ഥാനത്ത് ഏകതയിലെ ഏകത്വം സ്ഥാപിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ സാംസ്കാരിക ഫാഷിസത്തിന് വഴി തുറന്നിരിക്കുന്നു എന്നുള്ള ആശങ്ക ബുദ്ധിജീവികൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും ഒരുപോലെ ആശങ്കാകുലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. സാമുദായിക സൗഹാർദ്ദത്തെ സംബന്ധിക്കുന്ന ചർച്ചകളിൽ പലപ്പോഴും 3 തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരാറുണ്ട്. സാമുദായിക വിഭാഗങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദമാണോ, മതങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദമാണോ, മതവിശ്വാസികൾക്കിടയിലുള്ള സൗഹാർദ്ദമാണോ യാഥാർത്ഥ്യമാകേണ്ടത്? ഇവ 3ഉം വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥതലങ്ങളെയും ആശയതലങ്ങളെയും പ്രതിനിധീകരിക്കുന്ന വാക്കുകളാണ്. ഇവയിലേതെങ്കിലും ഒന്ന് യാഥാർത്ഥ്യമായാൽ നാം ലക്ഷ്യം വെക്കുന്ന സൗഹൃദം
പ്രയോഗവൽക്കരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വേണം, മതവിശ്വാസികൾക്കിടയിൽ സൗഹാർദ്ദം വേണം, സമുദായങ്ങൾക്കിടയിലും സൗഹാർദ്ദം വേണം. ഇവ മൂന്നും ഒരുപോലെ നടക്കുമ്പോഴാണ് നമ്മൾ അർത്ഥം വെക്കുന്ന, ലക്ഷ്യം വെക്കുന്ന ഒരു സാംസ്കാരിക ഭൂമിക നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. മതങ്ങൾക്കിടയിലുള്ള സൗഹൃദം അനിവാര്യമായും ആവശ്യമാണ്. വിശ്വാസങ്ങൾക്കിടയിൽ സൗഹൃദമില്ല എന്ന് വരികിൽ വിശ്വാസികൾക്കിടയിൽ എന്തിന് സൗഹൃദം എന്ന ചോദ്യം ഉയർന്നു വരും. ആരാണ് ഒരു മുസ്ലിം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. മുഹമ്മദേ, താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ അവർ വിശ്വസിക്കുന്നു, താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുന്നു. താങ്കൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ മാത്രം അവർ വിശ്വസിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഖുർആൻ പറഞ്ഞിരുന്നു എങ്കിൽ അതായിരുന്നു ഖുർആന്റെ ഏറ്റവും വലിയ പരിമിതിയായി വിമർശിക്കപ്പെടുമായിരുന്നത്. താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ അവർ വിശ്വസിച്ചിരിക്കുന്നു, താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിച്ചിരിക്കുന്നു. 1,00,000-ലധികം പ്രവാചകന്മാർ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ, വ്യത്യസ്ത സമൂഹങ്ങളിൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ അവതീർണരായിട്ടുണ്ട്. ലോകത്തിന്ന് നിലനിൽക്കുന്ന എല്ലാ മതങ്ങളും പ്രവാചക മതങ്ങളാണ് എന്ന അഭിപ്രായം നാൾക്കുനാൾ ശക്തിപ്പെട്ടു വരികയാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഹിന്ദുമതം പോലും പ്രവാചകന്മാരാൽ അവതീർണമായ മതമാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും പണ്ഡിതോജ്വലമായിട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മനുവും നൂഹ് നബിയും ഒന്നായിരുന്നു എന്ന ചരിത്രാഭിപ്രായം ഞാൻ സാന്ദർഭികമായി ഓർക്കുന്നു. എല്ലാ വേദഗ്രന്ഥങ്ങളെയും അംഗീകരിക്കുവാൻ എല്ലാ വിശ്വാസികളും തയ്യാറായാൽ മതങ്ങൾക്കിടയിൽ, വിശ്വാസങ്ങൾക്കിടയിൽ സൗഹൃദത്തിന് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി നാം പോകേണ്ട കാര്യമുണ്ടാവില്ല. ഓരോ കാലഘട്ടത്തിനും അനുസൃതമായി ദൈവം, ജഗദീശ്വരൻ മനുഷ്യർക്ക് ജീവിക്കുവാനുള്ള പന്ഥാവ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ വഴികളാണ് വ്യത്യസ്ത മതദർശനങ്ങളായി ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിലനിൽക്കുന്നത്. മനുഷ്യകുലത്തിന് ബുദ്ധിപരമായ പ്രായപൂർത്തി എത്തിയ ഘട്ടത്തിലാണ് മുഹമ്മദ് നബി ഇസ്ലാമിന്റെ സമ്പൂർണതയും കൊണ്ട് അവതീർണനാകുന്നത്. എല്ലാറ്റിനെയും നിഷേധിക്കുകയല്ല മുഹമ്മദ് നബി ചെയ്തത്, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുകയാണ്. തന്നിൽ മാത്രം വിശ്വസിച്ചാൽ മതി എന്നല്ല മുഹമ്മദ് നബി ഉദ്ഘോഷിച്ചത്. തനിക്ക് മുമ്പ് പ്രബോധന പ്രവർത്തനങ്ങൾക്കായി നിയുക്തരാക്കപ്പെട്ട 1,00,000-ൽ പരം വരുന്ന പ്രവാചകന്മാരിലും വിശ്വസിക്കുവാൻ നിങ്ങൾ ബാധ്യതപ്പെട്ടവരാണ് എന്നായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞത്. ജീസസ് ക്രൈസ്റ്റിനെ പ്രവാചകനായി അംഗീകരിക്കാത്തവന് മുസ്ലിം ആകാൻ കഴിയില്ല. മോസസിനെ പ്രവാചകനായി അംഗീകരിക്കാത്തവന് മുസ്ലിം ആകാൻ കഴിയില്ല. ക്രിസ്തുമത വിശ്വാസികളുടെയും ജൂതമത വിശ്വാസികളുടെയും വളരെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അവർ വളരെയേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിന്റെ ഉടമകളാണ് ഈ 2 പ്രവാചകന്മാരും. മോസ പ്രവാചകനിലും ജീസസ് പ്രവാചകനിലും വിശ്വസിക്കാത്തവർക്ക്, അവരെ പ്രവാചകരായി അംഗീകരിക്കാത്തവർക്ക് മുസ്ലിം ആകാൻ കഴിയില്ല. എല്ലാ മതങ്ങളും അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ സാരാംശം വിശ്വാസികൾ ഉൾക്കൊള്ളുമെങ്കിൽ മതങ്ങൾക്കിടയിൽ സൗഹൃദം സ്ഥാപിതമായി കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. വിശ്വാസികൾക്കിടയിലെ സൗഹൃദം തീർച്ചയായും വർത്തമാനകാലത്ത് അനിവാര്യമാണ്. സാംസ്കാരിക ഫാഷിസത്തിന്റെ ദംഷ്ട്രങ്ങൾ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐതിഹ്യവും ചരിത്രവും തമ്മിൽ
സ്ഥായിയായിട്ടുള്ള വേർതിരിവിൻ്റെ തലങ്ങൾ നഷ്ടമാകുന്നു എന്നുള്ള ഭയവിഹ്വലത നമ്മുടെ രാജ്യത്ത് പുതിയ കാലത്ത് ശക്തിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ഹിസ്റ്റോറിക് റിസർച്ച് കൗൺസിലിൻ്റെയും ഇന്ത്യൻ കൾച്ചറൽ കൗൺസിലിൻ്റെയും ഒക്കെ തലപ്പത്ത് ഈ രാജ്യത്തിൻ്റെ നാനാത്വത്തിലെ ഏകത്വം എന്ന സാംസ്കാരിക പാരമ്പര്യം അംഗീകരിക്കാത്തവർ അവരോധിതരായി കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ ചരിത്രവും പുതിയ പാരമ്പര്യവും ഇന്ത്യക്ക് വേണ്ടി സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു എന്നുള്ള തോന്നൽ രാജ്യത്ത് വ്യാപകമായിട്ടുണ്ട്. ലോകത്തൊരു പക്ഷേ ഏറ്റവും അധികം മതപരിവർത്തനങ്ങൾ നടന്നിട്ടുള്ള രാജ്യം ഇന്ത്യയാകും. ഏതാണ്ട് എല്ലാ മതങ്ങളിൽ വിശ്വസിക്കുന്നവരും ഇന്ത്യയിലുണ്ട്. നമ്മളുടെ രാജ്യത്ത് വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവരായിട്ട് ജീവിക്കുന്നവർ ഏതെങ്കിലും നാട്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ളവരല്ല. അവരൊക്കെ ഇന്ത്യയിൽ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ളവരാണ്. നിലവിലുള്ള മതങ്ങളിൽ പ്രാചീനത്വം സ്വാഭാവികമായും അവകാശപ്പെടാൻ കഴിയുക ഹിന്ദുമതത്തിനാണ്. സിന്ധു നദീതട സംസ്കാരത്തെ ഹിന്ദുമതം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഹിന്ദുമതം എന്ന് ഒന്ന് ഉണ്ടോ? ഇത്യാദിയുള്ള ചോദ്യങ്ങൾക്ക് നാം ചരിത്രപരമായ ഉത്തരങ്ങൾ വേറെ കാണേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഒരു പൊതുവിശകലനത്തിൽ എല്ലാവരും ഹിന്ദുമത വിശ്വാസികൾ ആയിരുന്നു ഒരു കാലത്ത് ഈ രാജ്യത്തെ. ഹിന്ദുമതത്തെ തന്നെ നവീകരിക്കുവാൻ വേണ്ടി ബുദ്ധമതം പ്രത്യക്ഷപ്പെട്ടു. ഹിന്ദുക്കളിൽ നിന്നാണ് ഒരു സംഘം ആളുകൾ ബുദ്ധമതം സ്വീകരിച്ചത്. അശോക ചക്രവർത്തി ഇന്ത്യയുടെ ചക്രവർത്തി പദത്തിലിരിക്കെയാണ് ഹിന്ദുമതത്തിൽ നിന്ന് ബുദ്ധമതം സ്വീകരിച്ചത്. സാധാരണ രീതിയിൽ ഏത് മതവിശ്വാസധാര ഉൾക്കൊള്ളുന്ന രാജ്യമാണോ ആ രാജ്യത്ത് ആ പൊതുധാര ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരാൾ വേറൊരു മതം സ്വീകരിച്ചാൽ അയാളെ അധികാര പദവികളിൽ നിന്ന് മാറ്റാറാണ് സംഭവിക്കേണ്ടത്. പക്ഷേ അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ചക്രവർത്തി പദത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടില്ല. നീണ്ട 800 വർഷക്കാലം 8 നൂറ്റാണ്ട് മുസ്ലിം ചക്രവർത്തിമാർ ഇന്ത്യയിൽ ഭരിച്ചു. മുസ്ലിം ചക്രവർത്തിമാർ ഞങ്ങളുടെ മതക്കാരല്ല, വിശ്വാസികളല്ല, അതുകൊണ്ട് അവരുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും മതവിശ്വാസധാരയിൽ വിശ്വസിക്കുന്നവർ പറയുകയോ അവരുടെ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് അതിനുവേണ്ടി ഒരു സമ്മേളനം ചേരുകയോ ചെയ്തതായി കേട്ടുകേൾവിയില്ല. 8 നൂറ്റാണ്ട് നീണ്ടുനിന്ന മുസ്ലിം ഭരണം ഇന്ത്യയിൽ അവസാനിക്കുന്നത് ഹിന്ദുക്കൾ നടത്തിയ കലാപത്തെ തുടർന്നായിരുന്നില്ല. 1857 ഇന്ത്യയുടെ മഹത്തായ 1ാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. അവസാനത്തെ മുഗള ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലേക്ക് നാടുകടത്തി. അതോടെയാണ് മുസ്ലിം ഭരണത്തിന് ഇന്ത്യയിൽ തിരശ്ശീല വീഴുന്നത്. മുസ്ലിം ഭരണം അവസാനിച്ചു, ബ്രിട്ടീഷ് ഭരണം ആരംഭിച്ചു ഇന്ത്യയിൽ. വിശ്വാസം കൊണ്ട് ബ്രിട്ടീഷുകാർ ക്രൈസ്തവരായിരുന്നു. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വൈദേശിക വിരുദ്ധ സമരം നമ്മളുടെ രാജ്യത്തുണ്ടായി. ആ സമയത്ത് ഒരിക്കൽ പോലും ക്രിസ്ത്യാനികളായിട്ടുള്ള ബ്രിട്ടീഷുകാർ ഈ രാജ്യം വിട്ടു പോകണം എന്ന് ആരും പറഞ്ഞതായി നമുക്ക് കേട്ടുകേൾവിയില്ല. സ്വാതന്ത്ര്യാനന്തരവും മതനിരപേക്ഷമായ മത സൗഹാർദ്ദപൂർണമായിട്ടുള്ള സമീപനം നമ്മളുടെ രാജ്യം സ്വീകരിച്ചതായിട്ടാണ് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക. മഹാഭൂരിപക്ഷം മതവിശ്വാസികളുള്ള ഇന്ത്യയിൽ നീണ്ട 17 വർഷക്കാലം പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരുന്നത് ഒരു മതത്തിലും വിശ്വാസമില്ലാതിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ബക്രാൻ അങ്കൽ എന്നീ 2 അണക്കെട്ടുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അത് രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് നെഹ്റു ചെയ്ത വിഖ്യാതമായൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്. നമ്മൾ ഓരോരുത്തരും അത് എപ്പോഴെങ്കിലും ഓർക്കുന്നത് നന്നായിരിക്കും. If anybody wants to see God, they may come here. This is the sanctum sanctorum of India. ലോകത്താർക്കെങ്കിലും ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വരാം. ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ. കോടിക്കണക്കിന് മനുഷ്യർക്ക് ദാഹജലം പ്രദാനം ചെയ്യാൻ ഉതകുന്ന 2 അണക്കെട്ടുകളെ ചൂണ്ടിയാണ് നെഹ്റു പ്രഖ്യാപിച്ചത് ദിസ് ഈസ് ദി സാങ്ക്ടം സാങ്ക്ടോറം ഓഫ് ഇന്ത്യ എന്ന്. ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ. ലക്ഷക്കണക്കിന് ഹെക്ടർ കാർഷിക ഭൂമിയെ
സമൃദ്ധമാക്കുവാൻ ഉതകുന്ന രണ്ടണക്കെട്ടുകളെ മുൻനിർത്തിയാണ് നെഹ്റു പറഞ്ഞത്, ഇവിടെയാണ് ഇന്ത്യയുടെ ദൈവം കുടികൊള്ളുന്നത് എന്ന്. നെഹ്റു ആ പ്രസ്താവന നടത്തി എന്നുള്ളതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഒരു മതസംഘടനയും ഒരു സമുദായ സംഘടനയും ഒരു മതനേതാവും അദ്ദേഹത്തെ വിമർശിച്ചില്ല. അദ്ദേഹം ക്ഷമാപണം നടത്തണം എന്ന് പറഞ്ഞില്ല. എങ്ങാനും ഇന്നായിരുന്നു ഒരു ഭരണാധികാരി അത്തരം ഒരു പ്രസ്താവന നടത്തിയിരുന്നത് എങ്കിൽ എന്താകുമായിരുന്നു നമ്മളുടെ രാജ്യത്തെ പുകിൽ? വിശ്വാസങ്ങളുടെ അന്തസ്സത്തയിൽ നിന്ന് വിശ്വാസികൾ ഉപരിപ്ലവമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ കാർക്കശ്യതയിലേക്ക് ഉൾവലിഞ്ഞതിന്റെ ചരിത്രവും കൂടിയാണ് മതസൗഹാർദ്ദത്തിന്റെ തകർച്ചയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്താണ് മതം, എന്താണ് വിശ്വാസം? മതത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നല്ല വ്യാഖ്യാനമായി നമ്മളിൽ പലർക്കും തോന്നിയിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. മുഹമ്മദ് നബിയോട് ചോദിച്ചു, എന്താണ് പ്രവാചകരെ മതം? വാട്ട് ഈസ് ദി ദീൻ? അതിന് പ്രവാചകൻ നൽകിയ മറുപടി അദ്ദീനു അന്നസ്വീഹ. ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കൽ, അതിനനുസരിച്ച് പ്രവർത്തിക്കൽ, അതാണ് മതം. അത് തന്നെയാണ് മതം, അത് തന്നെയാണ് വിശ്വാസത്തിന്റെ കാതൽ. അത് കാതലായാൽ സൗഹൃദത്തിന് നാം സെമിനാറുകളും ചർച്ചകളും നടത്തേണ്ട കാര്യം ഉണ്ടാവില്ല. ഈ ചർച്ചകൾ എന്തുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മളുടെ രാജ്യത്ത് നടന്നില്ല? അന്ന് ഇത്തരം ഒരു ചർച്ചയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. ഒരാശങ്കയും വിശ്വാസികൾക്കിടയിൽ നിലനിന്നിരുന്നില്ല. 800 കൊല്ലം മുസ്ലിം രാജാക്കന്മാര് ഭരിച്ചപ്പോൾ ഇല്ലാതിരുന്ന ഒരു പുതിയ വികാരം എങ്ങനെ പുതിയ കാലത്തുണ്ടായി? അശോക ചക്രവർത്തി ഹിന്ദുമതം പരിത്യജിച്ച് ബുദ്ധമതം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ ചക്രവർത്തി പദത്തിൽ നിന്ന് മാറ്റണം എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ആ കാലത്ത് ആളുകൾ തയ്യാറാകാതിരുന്നത്? വിശ്വാസത്തിന്റെ അന്തസ്സത്തെയും സ്പിരിറ്റും ഉൾക്കൊണ്ടിരുന്നു അന്നത്തെ മനുഷ്യർ. ഇന്ന് പക്ഷേ അതില്ലാത്തതിന്റെ കൂടി ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നമുക്ക് കൂടുതൽ സംഘടിപ്പിക്കേണ്ടി വരുന്നത്. വിശ്വാസം നമ്മളുടെ ബാഹ്യമായിട്ടുള്ള തലത്തിലേക്ക് മാത്രം കടന്നു വരികയും നമ്മളുടെ ആത്മാവിനെ സ്പർശിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ലേ? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാനും നിങ്ങളും നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കേണ്ട ചോദ്യമാണിത്. എങ്ങും എവിടെയും വിശ്വാസികളാണ്. ഏത് മതത്തിലെങ്കിലും വിശ്വാസമുള്ളവരാണ് മഹാഭൂരിഭാഗവും. പക്ഷേ വിശ്വാസികളുടെ സമൂഹത്തിൽ നിന്ന് കേൾക്കേണ്ടതും കാണേണ്ടതുമാണോ നാം കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും? നാസ്തികന്മാരുടെ, നിരീശ്വരവാദികളുടെ സൊസൈറ്റിയിൽ നിന്ന് പോലും നാം കേൾക്കാത്ത അരാജകത്വമാണ് വിശ്വാസികൾക്ക് സ്വാധീനമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന, വിശ്വാസികൾക്ക് പ്രാമുഖ്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു നാട്ടിൽ നിന്ന്, ഒരു സമൂഹത്തിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ വിശ്വാസം എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ചെയ്തികളിൽ നിന്ന് തടഞ്ഞു നിർത്താത്തത്? എന്തുകൊണ്ടാണ് നമ്മളുടെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നിന്ന് നമ്മളെ അത് പിന്നോട്ടടിപ്പിക്കുന്നത്? വിശ്വാസികളും മതങ്ങളും ഏറ്റവും അധികം പ്രസക്തമാകുന്ന ഒരു കാലത്ത് അതിനെ അപ്രസക്തമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ ആരാണ്? ഒരു സ്വയം വിമർശനത്തിന്, സ്വയം വിശകലനത്തിന് നമ്മൾ ഒരുക്കമാകണം. ദുശാഠ്യങ്ങൾ ഒഴിവാക്കണം. ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് ഒരു മുസ്ലിമിന് ഒരു പ്രദേശത്തിന്റെ സംസ്കാരത്തോടും ആചാരങ്ങളോടും ആഘോഷങ്ങളോടും അടുത്തു നിൽക്കാൻ കഴിയണം. എന്തിനാണ് വലിയ തോതിലുള്ള കാർക്കശ്യത പല മേഖലകളിലേക്കും കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? എല്ലാ മതവിഭാഗങ്ങളിലും അത്തരത്തിലുള്ള വാദഗതികൾ ഉയർത്തുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ഈ കാർക്കശ്യതക്കാരാണ് യഥാർത്ഥത്തിൽ സാമുദായിക സൗഹാർദ്ദത്തിന്റെ കടക്ക് കത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള വലിയ ജാഗരണമാണ് നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരേണ്ടത്. നമ്മളെക്കാളും നല്ല വിശ്വാസികൾ ജീവിച്ചിരുന്ന നൂറ്റാണ്ടുകൾക്ക് മുൻപ്
ഒരാശങ്കയും മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട്, വിശ്വാസികൾക്കിടയിലുള്ള സൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നില്ല. ഇപ്പോഴാണ് അത് നിലനിൽക്കുന്നത്. വിശ്വാസത്തിൽ നിന്ന് നമ്മൾ വളരെ വളരെ അകന്നു നിൽക്കുന്ന ഒരു സമയത്ത് ഞാനൊരു വിശ്വാസിയാണ് എന്ന് എങ്ങനെയാണ് പൊതുസമൂഹം അറിയേണ്ടത്? ഞാനൊരു പൊതുപ്രവർത്തകനായ വിശ്വാസിയാണ്, ഒരു മുസ്ലിമാണ്. എന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ ഞാനൊരു മുസ്ലിമാണ് എന്നറിയേണ്ടത്? എൻ്റെ പേര് കൊണ്ടാണോ? എൻ്റെ വേഷം കൊണ്ടാണോ? എൻ്റെ ആരാധനാനുഷ്ഠാനത്തിന്റെ പ്രത്യേകത കൊണ്ടാണോ? അല്ല. അതൊക്കെ അതിൻ്റെ ഒരു ചെറിയ ചെറിയ ഘടകങ്ങൾ മാത്രമാണ്. അടിസ്ഥാനപരമായി വിശ്വാസിയാണ് എന്ന് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയേണ്ടത്, നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ അവർക്ക് കഴിയണം. അയാളൊരു പൊതുപ്രവർത്തകനാണ്, അയാളൊരു അഴിമതിക്കാരനല്ല, അയാളൊരു സ്വജനപക്ഷപാതിയല്ല. അയാളുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ചെന്നാൽ പറ്റുന്ന കാര്യമാണെങ്കിൽ അയാൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കും. ബിക്കോസ് ഹി ഈസ് എ ബിലീവർ. എന്തുകൊണ്ടെന്നാൽ അയാൾ ഒരു വിശ്വാസിയാണ്. ഒരു കച്ചവടക്കാരനായ മുസ്ലിം എങ്ങനെയാണ് പരിചയപ്പെടുത്തപ്പെടേണ്ടത്? അയാളെക്കുറിച്ച് നാടും സമൂഹവും പറയണം, അയാളുടെ കടയിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വിശ്വസിച്ച് വാങ്ങാം, നമ്മളെ പറ്റിക്കുകയില്ല, വഞ്ചിക്കുകയില്ല, മിതമായിട്ടുള്ള ലാഭമേ അയാൾ എടുക്കൂ. ബിക്കോസ് he is a Muslim or he is a Christian or he is a Hindu. അയാളൊരു നല്ല മുസ്ലിമാണ്, അയാളൊരു നല്ല ഹിന്ദുവാണ്, അയാളൊരു നല്ല ക്രൈസ്തവനാണ്. അങ്ങനെ കച്ചവടക്കാരായിട്ടുള്ള മനുഷ്യരെ കുറിച്ച് പൊതുസമൂഹത്തിന് പറയാൻ ഇന്ന് കഴിയുന്നുണ്ടോ? സാധിക്കുന്നുണ്ടോ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ വിശ്വാസി എങ്ങനെയാണ് മറ്റുള്ളവരാൽ താനൊരു വിശ്വാസിയാണ് എന്ന് പരിചയപ്പെടുത്തപ്പെടേണ്ടത്? ആളുകൾ അയാളെ കുറിച്ച് പറയണം, he is a good officer, he is not corrupted. അഴിമതിക്കാരനല്ല അയാൾ. അയാളുടെ അടുത്ത് വരുന്ന ഫയലുകൾ നീതിയുക്തമായി അയാൾ നോക്കി സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ അയാൾ ഒരു നല്ല മതവിശ്വാസിയാണ്. അങ്ങനെ വിശ്വാസികളെ സംബന്ധിച്ച് പറയാൻ പുതിയ കാലത്ത് കഴിയുന്നുണ്ടോ? സാധിക്കുന്നുണ്ടോ? അതേക്കുറിച്ചുള്ള ഒരു ആത്മവിമർശനവും കൂടി ഇത്തരം ഒരു സമ്മേളനത്തിൽ നടക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ആ ആത്മവിമർശനം നടക്കുമ്പോഴാണ് പറ്റിയ തെറ്റുകളെക്കുറിച്ച് നമുക്ക് ബോധ്യമാവുക. കെട്ടിനിൽക്കുന്ന വെള്ളം, അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുക സ്വാഭാവികമാണ്. വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും അവസാനിക്കുന്ന സമൂഹത്തിൽ ജീർണതകൾ നടമാടും, അത് സ്വാഭാവികമാണ്. ഒഴുകുന്ന ജലാശയമായി നാം രൂപപ്പെടേണ്ടതുണ്ട്. വിമർശനങ്ങളും ആത്മവിമർശനങ്ങളും പരസ്പരം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. ഒരു ബഹുമത വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് വിശ്വാസികൾക്കിടയിലും മതങ്ങൾക്കിടയിലും സമുദായങ്ങൾക്കിടയിലും സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടായേ പറ്റൂ. അനിവാര്യമാണത്. ഏതൊരു സമൂഹത്തിന്റെയും നിലനിൽപ്പിന് അനുപേക്ഷണീയമാണ് ജനങ്ങൾക്കിടയിലെ ഐക്യം. നമുക്ക് നാം ഇഷ്ടപ്പെടുന്ന വിശ്വാസങ്ങളിൽ അഭിരമിക്കാം, വിശ്വസിക്കാം. അതിൽ ആരും ഇന്നുവരെ ഒരു തെറ്റും പറഞ്ഞതായി നമുക്കെവിടെയും ചേർത്ത് വായിക്കുവാനോ ചൂണ്ടിക്കാണിക്കുവാനോ കഴിയില്ല. എന്നാൽ വിശ്വാസത്തിന്റെ അന്തസ്സത്ത ചോർന്നു പോവുകയും വിശ്വാസം നമുക്ക് ഉപരിപ്ലവ തലത്തിൽ മാത്രം ഒതുങ്ങുന്ന കേവലം ആചാരാനുഷ്ഠാനങ്ങളുടെ സമുച്ചയമായി മാറുകയും ചെയ്തപ്പോഴാണ് ആളുകൾക്കിടയിലും സമൂഹങ്ങൾക്കിടയിലും ഒക്കെ അനൈക്യത്തിന്റെ വിത്തുകൾ പാകപ്പെട്ടു തുടങ്ങിയത്. അധികാര താൽപര്യങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സാമ്പത്തിക താൽപര്യങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കിടമത്സരങ്ങൾ ഈ സൗഹൃദം തകർക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കിടമത്സരങ്ങൾ അതിനേറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രൂപത്തിൽ മതങ്ങളെ വ്യാഖ്യാനിച്ചു, വിശ്വാസങ്ങളെ ഉപയോഗിച്ചു. സാമ്പത്തികമായിട്ടുള്ള താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് ഏത് വിശ്വാസത്തെ ചൂഷണം ചെയ്യലാണ് നല്ലത് എന്നാലോചിച്ചപ്പോൾ ചില ആളുകൾക്ക് ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യലാണ് നല്ലത് എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള വഴി സ്വീകരിക്കുവാൻ അവർ തയ്യാറായത്. അധികാര രാഷ്ട്രീയം, സാമ്പത്തികമായിട്ടുള്ള താൽപര്യങ്ങൾ,
സാമൂഹ്യമായിട്ടുള്ള മേൽക്കോയ്മകൾ, ഇതൊക്കെ സ്ഥാപിച്ചെടുക്കുവാനുള്ള കിടമത്സരങ്ങളാണ് വിശ്വാസങ്ങൾക്കും മതങ്ങൾക്കുമിടയിൽ വലിയ അകൽച്ചയുണ്ടാക്കിയതും നിലവിലുണ്ടായിരുന്ന സൗഹൃദത്തിന് ഭംഗം വരുന്ന സാഹചര്യം നമ്മളുടെ നാട്ടിൽ രൂപപ്പെട്ട് വരുന്നതിന് കളമൊരുക്കിയതും. അത്തരം സാഹചര്യങ്ങളെ ഇല്ലാതാക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത് എന്നുള്ള എൻ്റെ വിനീതമായ അഭിപ്രായം ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പ്രവാചകന്മാർക്കിടയിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും കൽപ്പിക്കാത്ത, വേദഗ്രന്ഥങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും കൽപ്പിക്കാത്ത, എല്ലാ വേദഗ്രന്ഥങ്ങളെയും അംഗീകരിക്കുന്ന, എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന വിശ്വാസ പ്രമാണത്തിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു വിശ്വാസികളുടെ സാമൂഹ്യ വ്യവസ്ഥിതിയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വളരെ വളരെ ശ്രമകരമായ ജോലിയിലാണ് നമുക്ക് വ്യാപൃതമാകേണ്ടി വന്നിരിക്കുന്നത്. ഏറ്റവും അധികം ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇസ്ലാമിനെ എങ്ങനെയാണ് തെറ്റിദ്ധാരണാപൂർണമല്ലാതെ അതിൻ്റെ ശരിയായ അർത്ഥത്തിലും രൂപത്തിലും ഭാവത്തിലും തലത്തിലും അവതരിപ്പിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച ഗവേഷണങ്ങളും നടക്കേണ്ടതുണ്ട്. എല്ലാ മതങ്ങൾക്കിടയിലും നടക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാനിവിടെ പറയാനുള്ള കാരണം, മുസ്ലിം സമൂഹത്തിൽപ്പെടുന്നവരാണ് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരിൽ മഹാഭൂരിഭാഗവും എന്നുള്ളത് കൊണ്ടാണ്. വിശ്വാസങ്ങളെയും മതങ്ങളെയും അതിൻ്റെ അന്തസ്സത്ത ചോർന്നു പോകാതെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട്, കഴിയേണ്ടതുണ്ട്. ഏറ്റവും അവസാനം മലിനമാക്കപ്പെടേണ്ടതായിരുന്നു വിശ്വാസവും മതങ്ങളും. ദൗർഭാഗ്യവശാൽ ഏറ്റവും ആദ്യം മലിനമാക്കപ്പെട്ടതായി വിശ്വാസങ്ങളും മതങ്ങളും മാറിയോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ ഒറ്റയടിക്ക് കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ഖലീൽ ജിബ്രാന്റെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഖലീൽ ജിബ്രാന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് 12 വയസ്സുണ്ടായിരുന്ന ഘട്ടത്തിലുണ്ടായ ഒരു സംഭവം. ഒരു എണ്ണക്കച്ചവടക്കാരൻ കോവർ കഴുതിയുടെ പുറത്ത് തോൽസഞ്ചിയിൽ എണ്ണയുമായി കച്ചവടത്തിനെത്തി. കച്ചവടക്കാരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ശുദ്ധമായ ഒലീവെണ്ണ എന്ന്. ഇത് കേട്ട് ഗ്രാമത്തിന്റെ ഒരു മൂലയിൽ നിന്ന് ഒരു വൃദ്ധയായ സ്ത്രീ എണ്ണ വാങ്ങാൻ കുപ്പിയുമായി കച്ചവടക്കാരനെ സമീപിച്ചു. അതിൽ അദ്ദേഹം എണ്ണ നിറച്ചുകൊണ്ടിരിക്കെ വൃദ്ധ കച്ചവടക്കാരനോട് ചോദിച്ചു, നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടയാളാണ്? കച്ചവടക്കാരൻ പറഞ്ഞു, ഞാൻ ഗ്രീക്ക് ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ഇത് കേൾക്കേണ്ട താമസം താൻ കൊടുത്ത കുപ്പി കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു വാങ്ങി വൃദ്ധ തന്റെ വീട്ടിലേക്ക് കയറിപ്പോയി. ഖലീൽ ജിബ്രാന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അദ്ദേഹം മ്ലാനവദനായി വീട്ടിൽ വൈകുന്നേരം തിരിച്ചെത്തി. തന്റെ മകൻ എന്തുകൊണ്ടാണ് സന്തോഷമില്ലാതെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പിതാവ് അന്വേഷിച്ചു. താൻ ഗ്രാമത്തിൽ കണ്ട കാഴ്ച ഖലീൽ ജിബ്രാൻ പിതാവിനോട് പറഞ്ഞു. തന്റെ മകന്റെ ദുഃഖമകറ്റാൻ അന്നേ ദിവസം ആ കച്ചവടക്കാരൻ ആതിഥ്യം കൊടുക്കാൻ ഖലീൽ ജിബ്രാന്റെ പിതാവ് തീരുമാനിക്കുകയും അദ്ദേഹത്തെ തേടി ഗ്രാമത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ഗ്രാമാതിർത്തിയിൽ വെച്ച് കച്ചവടക്കാരനെ കണ്ടുമുട്ടി ഖലീൽ ജിബ്രാന്റെ പിതാവ്. തന്റെ മകന്റെ ദുഃഖമകറ്റാൻ അന്നേ ദിവസത്തെ ആതിഥ്യം സ്വീകരിക്കണം എന്നപേക്ഷിച്ചു. അഭ്യർത്ഥന കേട്ട മാത്രയിൽ ഖലീൽ ജിബ്രാന്റെ പിതാവിനോട് കച്ചവടക്കാരൻ ചോദിച്ചു, നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടയാളാണ്? ഖലീൽ ജിബ്രാന്റെ പിതാവ് പറഞ്ഞു, ഞാൻ മെറോനൈറ്റ് മതവിഭാഗത്തിൽപ്പെട്ടയാളാണ്. മെറോനൈറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പാകം ചെയ്തതോ സ്പർശിച്ചതോ ആയ ഭക്ഷണം ആ കാലത്ത് ഗ്രീക്ക് ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഭക്ഷിക്കാൻ പാടുണ്ടായിരുന്നില്ല. അതായിരുന്നു അന്നത്തെ അലിഖിതമായ മതത്തിൻ്റെതല്ലാത്ത മതനിയമം. അതുകൊണ്ട് തന്നെ ഖലീൽ ജിബ്രാന്റെ പിതാവിന്റെ ക്ഷണം നിരസിച്ചുകൊണ്ട് കച്ചവടക്കാരൻ ഗ്രാമം വിട്ടുപോയി. ഖലീൽ ജിബ്രാൻ പിന്നീട് എഴുതി, എൻ്റെ പിതാവിന്റെ മതബോധത്തിൽ എനിക്ക് അതിയായ അഭിമാനവും ദുരഭിമാനിയായ ആ കച്ചവടക്കാരന്റെയും ദുഷ്ടയായ ആ സ്ത്രീയുടെയും മതബോധത്തിൽ ശക്തമായ അമർഷവും എനിക്ക് അനുഭവപ്പെട്ടു എന്ന്. ദുരഭിമാനിയായ ആ കച്ചവടക്കാരന്റെയും ദുഷ്ടയായ ആ സ്ത്രീയുടെയും മതബോധമല്ല നമുക്കുണ്ടാവേണ്ടത്. ഖലീൽ ജിബ്രാന്റെ പിതാവിന്റെ മതബോധമാണ്. അതാണ് താൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ കാതൽ ഉൾക്കൊണ്ട വിശ്വാസം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അദ്ദീനു അന്നസീഹ എന്ന് പ്രവാചകൻ മതത്തെ വ്യാഖ്യാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും നന്മയുണ്ടാകട്ടെ, നല്ലതു മാത്രം ഭവിക്കട്ടെ എന്നാഗ്രഹിക്കലും അതിനനുസരിച്ച് പ്രവർത്തിക്കലും അതിനു വേണ്ടി പ്രാർത്ഥിക്കലുമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുമ്പോൾ സൗഹാർദ്ദത്തിന്റെ കേരളീയ മാതൃക ഇനിയും നമുക്ക് സൃഷ്ടിക്കുവാൻ വേണ്ടി കഴിയും. അത്തരമൊരു മാതൃക കേരളത്തിൽ മുമ്പുണ്ടായിരുന്നു.
കേരളത്തിന്റെ സംസ്കാരവുമായി, കേരളത്തിന്റെ സംസ്കൃതിയുമായി ഏകദൈവ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ നാം ഇഴകിച്ചേർന്നിരുന്ന കാലം, വിശ്വാസങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും ആളുകൾ ഭയപ്പെടാതിരുന്ന കാലം, ഒരു കാലത്തിന്റെ പുനഃസൃഷ്ടിപ്പും ആ പുനഃസൃഷ്ടിപ്പിന് ശേഷം രാജ്യവ്യാപകമായി അതിനെ വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും നടക്കണം. അതൊക്കെ നടക്കുവാനുള്ള ഒരു പ്രേരക ശക്തിയായി ഇതുപോലെയുള്ള കൂട്ടായ്മകൾ മാറുമെങ്കിൽ ഇതിന്റെ സംഘാടകന്മാർക്ക് ധന്യരായി എന്ന് സമാശ്വസിക്കാവുന്നതാണ്. അങ്ങനെ സമാശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇതിന്റെ സംഘാടകന്മാരുണ്ടാവട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട്, അഭിലഷിച്ചുകൊണ്ട്, അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.